ബിജെപിക്ക് തിരിച്ചടി. തിരുവനന്തപുരം നഗരസഭയിലെ ബിജെപി കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കി. 19 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കി ഹൈക്കോടതി. 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നപ്പോൾ തന്നെ ഇത് ഏറെ ഒരു വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ദീപകിന്റെ ഹർജിയിലാണ് കോടതി അന്തിമ തീരുമാനം നൽകിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും ചട്ടപ്രകാരമല്ല സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ഹർജി ഹൈക്കോടതിയിൽ വന്നത്. സത്യപ്രതിജ്ഞ ചെയ്തതിൽ അവരുടെ അയോഗ്യരാക്കണമെന്നായിരുന്നു ആവശ്യം. എങ്കിലും കോടതി ഇത് അയോഗ്യരാക്കിയില്ല. പക്ഷേ ക്രമപ്രകാരം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം എന്നാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പിന്നീട് വരുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ ഇതുവരെ ഒരു കൗൺസിലർമാർ എന്ന രീതിയിൽ ഇവർ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഒരു പക്ഷേ ഈ സത്യപ്രതിജ്ഞ അയോഗ്യമായതുകൊണ്ട് തന്നെ, സത്യപ്രതിജ്ഞ ചെയ്തത് ശരിയല്ലാത്തത് കൊണ്ട് തന്നെ ചില കുഴപ്പങ്ങൾ പിന്നീട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവരുടെ ഓണറേറിയം ഉൾപ്പെടെയുള്ള കാര്യത്തിന് അതൊരു തടസ്സമാവാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും അവരെ അയോഗ്യരാക്കണം, അതായത് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഹൈക്കോടതി ഒരു ഇതെടുത്തില്ല. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ആയതുകൊണ്ട് സത്യപ്രതിജ്ഞയിലുള്ള പിഴവാണ്. അതുകൊണ്ട് സത്യപ്രതിജ്ഞ വീണ്ടും ചെയ്യണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. രാജേഷ്, ഈ 20 കൗൺസിലർമാരും ദൈവനാമത്തിലൊക്കെ ആയിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തിരുന്നത്. എന്നാൽ അത് ചട്ടവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ദീപക് ഹർജി നൽകിയതും, അല്ലേ? ഇവർ ദൈവനാമത്തിൽ നിന്നല്ല, സത്യപ്രതിജ്ഞാ വാചകം കൃത്യമായി വായിച്ചു നോക്കാതെയാണ്. ഒന്നുകിൽ സഗൗരവം അല്ലെങ്കിൽ ദൈവനാമത്തിൽ ചെയ്യാം. പക്ഷെ ഇവർ അതിന് പകരം മറ്റ് ദൈവങ്ങളുടെ പ്രധാനം അങ്ങനെ ഒരു ഇതായിട്ട് പറഞ്ഞ ഹിന്ദു ദൈവങ്ങളുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ എന്നുള്ളതാണ്. അങ്ങനെ പേര് പറയേണ്ട ആവശ്യമില്ല. ദൈവം എന്നുള്ളത് ദൈവനാമത്തിൽ എന്നുള്ള രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ മതിയായിരുന്നു. അതിന് പകരം ഒരു പ്രത്യേക ദൈവത്തിന്റെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തതിൽ അതിലാണ് ഭരണഘടനാ ലംഘനം ആരോപിച്ച് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. ആ രീതിയിലല്ലാതെ യഥാർത്ഥത്തിലുള്ളൊരു ക്രമപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യണമെന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. അതുകൊണ്ട് ഇവരെ അയോഗ്യരാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇപ്പോൾ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുകയാണ്. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിഷയങ്ങളാണ് കോടതി പറഞ്ഞിട്ടുള്ളത്? പ്രധാനമായും കോടതി ഇക്കാര്യത്തിൽ ഈ നടന്ന കാര്യത്തിൽ ക്രമവിരുദ്ധമായ എന്തുണ്ട് എന്നുള്ള ആ വിഷയം മാത്രമാണ് പരിഗണിച്ചത്. അതിൽ ഒരു സാധാരണ ഒരു രീതിയിൽ ഒന്നെങ്കിൽ സഗൗരവം സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്ക് സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്യാമെന്നുള്ളത് നേരത്തെ ഉള്ള ഒരു കീഴ്വഴക്കമാണ്. അതല്ലെങ്കിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയാം. ഇത് രണ്ടുമല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക ദൈവത്തിന്റെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ആ ഒരു രീതി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതും മാത്രമല്ല, അതൊരു മതേതരത്വത്തിന്റെ ഒക്കെ അത് ഭരണഘടനയുടെ ഒരു ലെവലിലേക്ക് പോകും. കാരണം ഒരു സെക്യുലർ രാഷ്ട്രം എന്നുള്ള ഭരണഘടനയിൽ ഉള്ള ഒരു കാര്യത്തിനൊക്കെ വിരുദ്ധമായിട്ട് വരും. അങ്ങനെ ഓരോ മതക്കാരും ഓരോ അവരവരുടെ ദൈവത്തിന്റെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യാൻ തുടങ്ങിയാൽ അപ്പോൾ തന്നെ അവിടെ ഒരു വർഗീയത എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറും. അതൊന്നും അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഹൈക്കോടതി ഈ കാര്യത്തിൽ ആ ക്രമപ്രകാരം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന് നിർബന്ധമായിട്ടും നിർദ്ദേശിച്ചിട്ടുള്ളത്. ശരി രാജേഷ്, അൺഫിൽറ്റ് ചേരുന്നുണ്ട്. അൺഫിൽറ്റ്, ബിജെപിക്ക് തിരിച്ചടി. തിരുവനന്തപുരം നഗരസഭയിലെ ബിജെപി കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കിയിട്ടുണ്ട്. 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. പത്തൊമ്പത് കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് റദ്ദാക്കിയത് ഹൈക്കോടതി. 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ദീപക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി നൽകിയത്. ദൈവനാമത്തിലായിരുന്നു കൗൺസിലർമാരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്തിരുന്നത്. എന്നാൽ ഇത് ചട്ടവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഹൈക്കോടതി രംഗത്ത് വന്നിട്ടുള്ളത്. തിരുവനന്തപുരം നഗരസഭയിലെ ബിജെപി കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി. അൺഫിൽഡ്, തുടരാം. തിരുവനന്തപുരത്ത് ബിജെപിക്ക് വലിയ രീതിയിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുന്ന തീരുമാനമാണ്, പ്രഖ്യാപനമാണ് ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഈ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് റദ്ദാക്കിയത്. ആ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ ചെയ്യുകയോ വേണ്ടത്. പക്ഷേ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പ്രത്യേക മറ്റ് പരാമർശങ്ങളൊന്നും തന്നെയും സത്യപ്രതിജ്ഞ നടപടിക്രമങ്ങളിൽ പറയുന്ന അപ്പുറത്തേക്ക് പാടില്ല എന്ന് ഉണ്ടായിരുന്നു. കൗൺസിലർമാർ സത്യപ്രതിജ്ഞ അന്ന് തന്നെ സത്യപ്രതിജ്ഞ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടി
ബിജെപിയുടെ കോർപ്പറേഷനിൽ പ്രതിപക്ഷമായിരുന്ന ഇടതുമുന്നണിക്കും അതോടൊപ്പം തന്നെ UDF ഒന്ന് പരാതി നൽകിയിട്ടും അതിനുശേഷമാണ് പാർലമെന്റ് നഗരസഭയിലെ പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി നേതാവായിരുന്ന കോടതി പൊതുതാൽപര്യ ഹർജി കൊടുത്തു. ഇതിന്റെ ഭാഗമാണ് ഹൈക്കോടതി സുപ്രധാന കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കി 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് അന്ന് ഈ സത്യപ്രതിജ്ഞ നിരന്തരമായ കാട്ടിപ്പുഴുക്കത്തിനെയും നഖശിക്കാന്തം ഉൾപ്പെടെയുള്ളവർ BJP സംസ്ഥാന നേതൃത്വമായാലും ചെയ്തിരുന്നു. ഇതിനെതിരെ അവർ നിയമ പോരാട്ടം നടത്തുകയുമൊക്കെ ചെയ്തിരുന്നു. BJP അധികാരത്തിൽ 6 മാസം കഴിഞ്ഞു 7 മാസമാകുമ്പോഴാണ് ഈ രീതിയിൽ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാണെന്ന് ശരി അൻഫിൽറ്റ്, തിരുവനന്തപുരം നഗരസഭയിലെ BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കി 19 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്.